നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഏതാനും നിഗൂഢ വരികൾക്ക് ഇന്നും ലോകഗതിയെ ഭയപ്പെടുത്താനോ ആകാംക്ഷയിലാഴ്ത്താനോ കഴിയുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരൊറ്റ പേരേയുള്ളൂ: മൈക്കൽ ഡി നോസ്ട്രഡാം അഥവാ നോസ്ട്രഡാമസ്. 2026 എന്ന വർഷത്തിലേക്ക് ലോകം കാലെടുത്ത് വെക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലും ചർച്ചാ മുറികളിലും വീണ്ടും നോസ്ട്രഡാമസ് പ്രവചനങ്ങൾ സജീവമാവുകയാണ്. ഒരു നഗരം പൂർണ്ണമായി നശിക്കുമെന്നും അപ്രതീക്ഷിതമായ മഹായുദ്ധങ്ങൾ സംഭവിക്കുമെന്നും പറയുന്ന ഈ വരികൾ വെറും യാദൃശ്ചികമാണോ അതോ വരാനിരിക്കുന്ന വലിയ വിപത്തുകളുടെ സൂചനയാണോ എന്ന അന്വേഷണത്തിലാണ് ലോകം. മാനവരാശിയുടെ ഭാവിയെക്കുറിച്ചുള്ള ഈ പ്രവചനങ്ങൾ എന്തൊക്കെയാണെന്നും അവയുടെ പിന്നിലെ യുക്തിയും യാഥാർത്ഥ്യവും എന്താണെന്നും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. 16-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഒരു ജ്യോതിഷിയും വൈദ്യശാസ്ത്രജ്ഞനുമായിരുന്നു നോസ്ട്രഡാമസ്. 1555 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ലെസ് പ്രൊഫറ്റീസ് എന്ന ഗ്രന്ഥമാണ് ഇന്നും അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി നിലനിർത്തുന്നത്. 4 വരികൾ വീതമുള്ള നൂറുകണക്കിന് കവിതകളുടെ സമാഹാരമാണ് ഇത്. ഓരോ കവിതയും ലോകത്തുണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ ഈ വരികൾ അതീവ നിഗൂഢവും പലപ്പോഴും നേരിട്ട് അർത്ഥം നൽകാത്തവയുമാണ്. ഫ്രഞ്ച്, ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകളുടെ മിശ്രിതമായ ഒരു ശൈലിയിലാണ് അദ്ദേഹം വരികൾ രചിച്ചിരിക്കുന്നത്. ഇത് കാലാകാലങ്ങളിൽ വരുന്ന വ്യാഖ്യാതാക്കൾക്ക് തങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് അർത്ഥം നൽകാൻ അവസരമൊരുക്കുന്നു എന്നതാണ് വസ്തുത. എന്നിരുന്നാലും ചരിത്രത്തിലെ നിർണായകമായ പല സംഭവങ്ങളും ഈ വരികളുമായി അത്ഭുതകരമായി ചേർന്ന് നിൽക്കുന്നു എന്നത് തള്ളിക്കളയാനാവില്ല. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങൾ പലപ്പോഴും ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. 1666 ലണ്ടൻ നഗരത്തെ വിഴുങ്ങിയ വൻ തീപിടുത്തം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭം, അഡോൾഫ് ഹിറ്റ്ലറുടെ ഉദയം, ഹിരോഷിമയിലെയും നാഗാസാക്കിയിലെയും അണുബോംബ് സ്ഫോടനങ്ങൾ എന്നിവയെല്ലാം നോസ്ട്രഡാമസ് മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് ഇന്നും പലരും വിശ്വസിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡിയുടെ വധം, അതുപോലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം, ചലഞ്ചർ സ്പേസ് ഷട്ടിൽ ദുരന്തം എന്നിവയുമായി ബന്ധപ്പെടുത്തിയും അദ്ദേഹത്തിന്റെ വരികൾ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. സ്വന്തം മരണത്തെക്കുറിച്ച് പോലും കൃത്യമായ ധാരണയുണ്ടായിരുന്ന നോസ്ട്രഡാമസ് താൻ മരിക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസം തന്നെ തൻ്റെ സഹായിയോട് നാളെ സൂര്യോദയത്തിന് നിങ്ങൾ എന്നെ ജീവനോടെ കാണില്ല എന്ന് പറഞ്ഞതായും കഥകളുണ്ട്. 2026 വരുമ്പോൾ നോസ്ട്രഡാമസിൻ്റെ വരികൾ ഭയപ്പെടുത്തുന്ന ചില സൂചനകളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് 7 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു മഹായുദ്ധത്തിനെക്കുറിച്ചുള്ള പരാമർശമാണ്. 7 മാസം നീണ്ടു നിൽക്കുന്ന മഹായുദ്ധം, തിന്മയാൽ ജനങ്ങൾ മരിക്കുന്നു എന്ന വരികളാണ് ഇതിന് ആധാരമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. റഷ്യ ഉക്രൈൻ സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇതൊരു ആഗോള യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കുമോ എന്ന ഭീതി പലരിലുമുണ്ട്. റൂവൻ, എവ്രൂക്സ് എന്നീ ഫ്രഞ്ച് നഗരങ്ങളെയും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. രാജാക്കന്മാർ പരാജയപ്പെടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും വലിയൊരു വിഭാഗം ജനങ്ങൾ യുദ്ധക്കെടുതിയിൽ ഇല്ലാതാകുമെന്ന സൂചന ഈ വരികൾ നൽകുന്നു. യുദ്ധത്തിന്റെ ഭീകരതയും മനുഷ്യൻ നേരിടാൻ പോകുന്ന ദുരിതവും അദ്ദേഹം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദർശിച്ചിരുന്നു എന്നാണ് വ്യാഖ്യാതാക്കൾ വിശ്വസിക്കുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ പ്രവചനം ഡ്രോൺ യുദ്ധങ്ങളെക്കുറിച്ചിട്ടുള്ളതാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ളതാണ്. തേനീച്ചകളുടെ വലിയ കൂട്ടം എന്നാണ് അദ്ദേഹം വരികളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ തേനീച്ചക്കൂട്ടം ആക്രമിക്കുന്നത് പോലെ അജ്ഞാതമായ ഒന്നിൻ്റെ കടന്നുകയറ്റം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഡ്രോണുകൾ വഹിക്കുന്ന പങ്ക് പരിശോധിക്കുമ്പോൾ ഈ വരികൾ ഒരുപക്ഷെ ഭാവിയിലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള വ്യോമാക്രമണങ്ങളെയാകാം സൂചിപ്പിക്കുന്നത്. ചരിത്രപരമായി തേനീച്ചകൾ സാമ്രാജ്യത്വത്തെയോ അധികാരത്തെയോ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതിനാൽ തന്നെ അധികാരത്തിനായുള്ള ആധുനിക യുദ്ധമുറകളെക്കുറിച്ചാകാം നോസ്ട്രഡാമസ് ഭയപ്പെട്ടിരുന്നത്. ഒരു നഗരത്തെ പൂർണ്ണമായും നിശ്ചലമാക്കാൻ ശേഷിയുള്ള ഒരു വലിയ ആക്രമണത്തിന്റെ രൂപം ഇതിലൂടെ തെളിഞ്ഞു വരുന്നു. ഇതോടൊപ്പം തന്നെ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു മരണവാർത്തയും 2026 ഉണ്ടായേക്കുമെന്ന് നോസ്ട്രഡാമസ് പ്രവചിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യൻ പകൽ വെളിച്ചത്തിൽ ഇടിമിന്നലേറ്റ് വീഴും എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ഇത് ലോകത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയുടെയോ അല്ലെങ്കിൽ അതിശക്തനായ ഒരു ഭരണാധികാരിയുടെയോ അപ്രതീക്ഷിത അന്ത്യത്തെയാകാം സൂചിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ മരണം എങ്ങനെ ഒരു നഗരത്തെയോ രാഷ്ട്രത്തെയോ പ്രതിസന്ധിയിലാക്കും എന്ന് ചരിത്രത്തിൽ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. രാഷ്ട്രീയമായ അസ്ഥിരതയ്ക്കും കലാപങ്ങൾക്കും ഇത് വഴിയൊരുക്കുമെന്ന് ഈ വരികൾ മുന്നറിയിപ്പ് നൽകുന്നു. ഈ വലിയ മനുഷ്യൻ ആരായിരിക്കും എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. എങ്കിലും ആഗോളതലത്തിൽ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് 2026 സാക്ഷ്യം വഹിക്കുമെന്ന് ഇതിൽ നിന്നും നമുക്ക് അനുമാനിക്കാം. നഗരങ്ങളുടെ നാശത്തെക്കുറിച്ചിട്ടുള്ള നോസ്ട്രഡാമസിന്റെ വരികൾ ഏറെ ഗൗരവകരമാണ്. സ്വിറ്റ്സർലൻഡിലെ ഇറ്റാലിയൻ സംസാരിക്കുന്ന കാന്റോണായ ടിസിനോയെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ടിസിനോ രക്തത്താൽ നിറയുന്നു എന്നാണ് വരികളിലെ ആശയം. ഇത് യുദ്ധം മൂലമോ അല്ലെങ്കിൽ പടർന്നു പിടിക്കുന്ന വലിയൊരു മഹാമാരി മൂലമോ സംഭവിക്കാവുന്ന ഒന്നാശമാകാം.
പ്രകൃതി ദുരന്തങ്ങളും ഇതിന് കാരണമായേക്കാം. ഒരു നഗരം നശിക്കുക എന്നത് പ്രതീകാത്മകമായ ഒന്നാണോ അതോ ഭൂമിശാസ്ത്രപരമായ നാശമാണോ എന്നത് വ്യക്തമല്ല. എന്നിരുന്നാലും കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും സൃഷ്ടിക്കുന്ന ഭീഷണികൾക്കിടയിൽ പ്രകൃതി ദുരന്തങ്ങൾ മൂലം നഗരങ്ങൾ നശിക്കുമെന്ന പ്രവചനം തള്ളിക്കളയാനും ആകില്ല. രോഗങ്ങൾ കൊണ്ടോ പ്രകൃതിക്ഷോഭം കൊണ്ടോ ഒരു വലിയ പ്രദേശം തുടച്ചു നീക്കപ്പെടുന്നത് മനുഷ്യരാശിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരിക്കും. എല്ലാ കാലത്തും നോസ്ട്രഡാമസ് പ്രവചനങ്ങൾക്കെതിരെ യുക്തിവാദികളും ശാസ്ത്രജ്ഞരും ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വരികൾ വളരെയധികം അവ്യക്തമാണെന്നും ഏതൊരു സംഭവത്തെയും അതിനോട് ബലം പ്രയോഗിച്ച് ചേർക്കാൻ സാധിക്കുന്നതാണെന്നുമാണ് പ്രധാന വിമർശനം. പലപ്പോഴും ഒരു സംഭവം നടന്നു കഴിഞ്ഞ ശേഷമാണ് നോസ്ട്രഡാമസ് അത് പ്രവചിച്ചിരുന്നു എന്ന് ആളുകൾ അവകാശപ്പെടാറുള്ളത്. വരികളിലെ അവ്യക്തതയും രൂപങ്ങളുടെ ആധിക്യവുമാണ് ഇതിന് കാരണമായി ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഉദാഹരണത്തിന് ഹിസ്റ്റർ എന്ന വാക്ക് അദ്ദേഹം തൻ്റെ വരികളിൽ ഉപയോഗിച്ചിരുന്നു. പിൽക്കാലത്ത് അത് ഹിറ്റ്ലറെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വലിയ പ്രചാരണമുണ്ടായി. എന്നാൽ യഥാർത്ഥത്തിൽ ഹിസ്റ്റർ എന്നത് ഡാനൂബ് നദിയുടെ പഴയ പേരാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇത്തരം വ്യാഖ്യാന വൈകല്യങ്ങൾ പ്രവചനങ്ങളുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നതാണ്. എങ്കിലും എന്തുകൊണ്ടാണ് നോസ്ട്രഡാമസ് ഇന്നും ആളുകൾക്കിടയിൽ ഇത്രയും തരംഗമാകുന്നത്? മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷയാണ് ഇതിന് പിന്നിലെ പ്രധാന ഘടകം. വരാനിരിക്കുന്ന അപകടങ്ങളെ മുൻകൂട്ടി അറിയാനും അവയെ പ്രതിരോധിക്കാനും ആഗ്രഹിക്കുന്ന മനുഷ്യ മനസ്സ് സ്വാഭാവികമായും ഇത്തരം ഗൂഢമായ പ്രവചനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. അത് ഭയമാണെങ്കിൽ പോലും ആ ഭയത്തെ ഒരു പ്രത്യേക ചട്ടക്കൂട്ടിലേക്ക് മാറ്റാൻ ഈ വരികൾ സഹായിക്കുന്നു. ലോജിക് എന്നതിലുപരി ഒരു വിശ്വാസം എന്ന നിലയിലാണ് പലരും ഇതിനെ കാണുന്നത്. അസ്ഥിരമായ ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ഏതു നിമിഷവും സംഭവിക്കാവുന്ന യുദ്ധങ്ങളും പകർച്ചവ്യാധികളും നോസ്ട്രഡാമസിൻ്റെ വരികൾക്ക് കൂടുതൽ പ്രസക്തി നൽകുന്നു എന്ന് വേണം പറയാൻ. നോസ്ട്രഡാമസ് പ്രവചനങ്ങൾ ശരിയോ തെറ്റോ എന്നത് കാലം തെളിയിക്കേണ്ട ഒന്നാണ്. എന്നാൽ അദ്ദേഹം പങ്കുവയ്ക്കുന്ന വരികളിൽ അന്തർലീനമായ ഒരു മുന്നറിയിപ്പുണ്ട്. അത് മനുഷ്യൻ്റെ അതിരുകടന്ന ആർത്തിക്കും അധികാരത്തോടുള്ള മോഹത്തിനും എതിരെയുള്ളതാണ്. 2026 ഒരു നഗരം നശിക്കുമോ അതോ ഒരു മഹായുദ്ധം ഉണ്ടാകുമോ എന്നതിലുപരി ലോകം ഇന്ന് നേരിടുന്ന യഥാർത്ഥ വെല്ലുവിളികൾ ഈ പ്രവചനങ്ങളുമായി എത്രത്തോളം സമാനമാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ശാസ്ത്രം പുരോഗമിക്കുമ്പോഴും പ്രകൃതിയുടെ ശക്തിക്കും അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്കും മുന്നിൽ മനുഷ്യൻ നിസ്സഹായനാണ് എന്ന വലിയ സത്യമാണ് നോസ്ട്രഡാമസിൻ്റെ ഓരോ വരികളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ പ്രവചനങ്ങളെ വെറുമൊരു കൗതുകമായോ അല്ലെങ്കിൽ ഗൗരവകരമായ മുന്നറിയിപ്പായോ കാണുന്നത് ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാടുകളെ ആശ്രയിച്ചിരിക്കും. എങ്കിലും ജാഗ്രതയോടെയും കരുതലോടെയും കൂടി വരാനിരിക്കുന്ന കാലത്തെ നേരിടുക എന്നതാണ് ഏതൊരു പ്രവചനത്തെക്കാളും പ്രധാനം.